ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. വീണ്ടും പറഞ്ഞു അത് തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടു, ഇന്ന് ഇടണ്ട എന്നും പറഞ്ഞിരുന്നതാണ്. കാരണമല്ല, പിന്നെ ഞാനിങ്ങനെ ചിഹ്നം വിളിച്ചു. ഞാൻ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നാളെ നോക്കിയിട്ട് ഇടാം എന്ന് വിചാരിച്ചു. കാരണം ഇന്ന് കുറച്ച് അനിലേൻ്റെ വീഡിയോയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലോട്ട് പോകുന്നതിൻ്റെ കേസ് ഇടയ്ക്ക് അത് ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇന്ന് രണ്ട് സംഭവങ്ങൾ, ഒന്ന് നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടു. അതായത് നമ്മളൊരു ഷോപ്പ് തുടങ്ങി അതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. പക്ഷേ അത് അനിലേൻ്റെ വീഡിയോയിലൊക്കെ ചെയ്തതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂഷൻ അല്ല. അപ്പോൾ അതൊരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഫസ്റ്റ് പറയേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഈ മാസം 1-ാം തീയതി, അതൊക്കെ പറഞ്ഞാണ്, 1-ാം തീയതി നമ്മുടെ ഒരു കഫേ ഓപ്പണിംഗ് ആയിരുന്നു. ഒരു വാഫിൾസിൻ്റെ ഒരു ബ്രാൻഡും പിന്നെ വാഫിൾസിൻ്റെ ഒരു ബ്രാൻഡും നമ്മളോട് ചേർന്ന് ഒരു കഫേ എടുത്ത് നെയ്യാറ്റിങ്കര, അതായത് നെയ്യാറ്റിങ്കര ഗ്രാമം പെട്രോൾ പമ്പിനകത്താണ് തുടങ്ങിയത്. അപ്പോൾ ഇന്നൊരു 15 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ തുടങ്ങിയിട്ട് കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പം ഇപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കൊന്നും തുടങ്ങിയില്ല. കാരണം നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൂടെ വരാനുണ്ട്. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി പോയി എല്ലാം എടുത്തിട്ടൊക്കെ വരണം. ഇവിടെ നിന്നല്ല, അവിടെ നിന്ന് പോയി കൊറിയർ ചെയ്യണം. പിന്നെ അവർക്ക് കുറച്ച് പേപ്പർ വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ എങ്കിലും നമ്മുടെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് വ്യൂവേഴ്സൊക്കെ പലരും അടുത്തൊക്കെ ഉള്ളവർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കുറേ പ്രോഡക്റ്റുകളൂടെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു മാസം നമ്മൾ ഫുള്ള് ട്രെയിനിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ട്രെയിനിങ് അല്ല, എല്ലാം ഒന്ന് സെറ്റ് ആവാനുള്ളൊരു സമയം. കാരണം ഇവിടെ നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോയി കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റോക്കായാലും എല്ലാം അവിടെ നിന്ന് വന്നാലും കോയമ്പത്തൂരിൽ നിന്നൊക്കെ വന്നാലേ ഉള്ളൂ. വേറെ ഫ്രാഞ്ചൈസീസ് അവരിപ്പോൾ കൊച്ചിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ വൈകാതെ വരും. അപ്പോഴേക്കും നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണം. ഇവിടെ ഉള്ളത് പിന്നെ പലർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ നേരത്തെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് പ്രോഡക്റ്റുകളുടെ ആഡ് ചെയ്ത് ചെയ്യുന്നു. കാരണം വരുന്നവർ വേറെയും സംഭവങ്ങളൊക്കെ ചോദിക്കും. അപ്പം അതുകൂടെയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഷോപ്പിൻ്റെ കാര്യം. പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ, വീഡിയോ എടുത്ത് വന്നപ്പോൾ ഒരു കസ്റ്റമർ വന്നായിരുന്നു. അതിൻ്റെ പുറകെ അനിലേട്ട് എത്തി. എല്ലാവരും ഒന്നിച്ചൊക്കെ എത്തി. ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നത് നമ്മുടെ വീട്ടിലോട്ടുള്ള, അത് ഞാൻ അനിലേൻ്റെ ചാനലിൽ പറഞ്ഞ പോട്ടെ, നമ്മുടെ ചാനലിൽ പറയാം. നമ്മൾ നിന്നുകൊണ്ടിരുന്ന, അതായത് നമ്മൾ നന്ദുവിൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത്. അവിടെ നിന്ന് സാധനങ്ങൾ അവിടെ കുറച്ചേ ഉണ്ടെന്ന് പറഞ്ഞ് കയറ്റിയതാണ്. പക്ഷേ ഒരു വണ്ടി നിറച്ചുള്ള സാധനം വീണ്ടും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിയത് 2 റീസണാണ്. ഒന്ന്, നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിന്നത്. പിന്നെ ചിഹ്നമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലായിടത്തും കിടന്ന് കറങ്ങുന്നതിനേക്കാളും നല്ലത് കമ്പനിയിൽ സ്പേസ് ഉണ്ട്. അപ്പം കമ്പനിയിലോട്ട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ വീട്ടിലാണ് കിടക്കുന്നത്. പക്ഷേ ചിഹ്നം എൻ്റെ അടുത്ത് വന്നപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു, അങ്ങോട്ട് മാറ്റാമെന്ന്. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ ഒരു ഇറക്കി വിടാൻ, എനിക്ക് എന്തിനാണ് ചുമ്മാ സോഷ്യൽ മീഡിയ കാണുന്നത്. നമ്മളിപ്പോൾ 2 സ്ഥലമുണ്ട്, ഒന്ന് കമ്പനിയുണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ എന്തായാലും ഈ ബെഞ്ച് എൻ്റെ നീളമുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് പോകുന്നില്ല. ചിന്നു ഫാമിലി പറഞ്ഞാൽ ചിന്നു അവർ വീട്ടിൽ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ. പിന്നെ അപ്പോൾ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു 3 മാസത്തോളമായിട്ടുണ്ടാവും. ഈ സെക്കൻഡ് വരെയും ഇറക്കി വിട്ട് തിരിച്ച് വിളിക്കുന്നു എന്നതിലല്ലാതെ നമ്മളവിടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തു തരുന്നില്ല എന്നുള്ളതാണ്. കാരണം അന്ന് ഇതുപോലെ നമ്മൾ തിരിച്ച് പോയി നിന്നു. അന്ന് ഇതുപോലെ വിളിച്ച്, അന്ന് ഞാൻ പോയപ്പോൾ അന്ന് ഇതുപോലെ ഇറക്കി വിട്ടതാണ്. അന്ന് ഞാൻ ചിന്നുമായിട്ടൊക്കെ ചിന്നു 2ാമത് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് വേറൊരു വലിയ വീട്ടിലൊക്കെ പോയിരുന്നു. പക്ഷേ അന്ന് ഫിനാൻഷ്യലി എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇറക്കി വിടലിൻ്റെ ആ ഒരു ലെവലിലോട്ട് എത്തിച്ചപ്പോൾ ഞാൻ നൈസിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ടൊക്കെ പോയി. കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻ മോശമാവുമെന്ന് കരുതിയാണ് അന്ന് പോയത്. അന്ന് ഞാൻ പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നിട്ടും അപ്പോഴും ഒരു പിണക്കമില്ലാതെ പോയി. അന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു റീസണാണ്, നമ്മൾ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ പിണങ്ങി പോകുന്നതിനേക്കാളും നല്ലതാണ് അത് മുൻകൂട്ടി കണ്ട് മര്യാദയ്ക്ക് മാറി താമസിക്കുക എന്നുള്ളത്.
അപ്പോൾ അന്ന് ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയി നിന്ന്. അപ്പോൾ ചിന്നു രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയും പിന്നെ മൊത്തത്തിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാതെ അവൾക്ക് റെസ്റ്റ് വേണ്ട ഒരു ടൈം ഒക്കെ ആയിരുന്നു. മാത്രമല്ല അമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചാണ് തിരിച്ചന്ന് വീട്ടിലേക്ക് പോയത്. പക്ഷെ അന്ന് ഒരുപാടൊന്ന് ഫോഴ്സ് ചെയ്താണ് തിരിച്ചു പോയത്. പക്ഷേ അതും ഒരു അവിടെയും ഒന്നും നടന്നില്ല. പിന്നെ ചിന്നിൻ്റെ വീട്ടിലാണ് പോയിരുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കും പോലെ ഒന്നും അവരൊന്നും നോക്കുകയൊന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ മാറി നിൽക്കുമ്പോൾ പലതും ഞാൻ ഓപ്പണാകാൻ മടിക്കുന്നതാണ്. ചുമ്മാ എന്തിനാണ് നമ്മൾ, കാരണം നമ്മളെ കേൾക്കണം. അവരൊക്കെ വലിയ സംഭവങ്ങളാണ്, അല്ലെങ്കിൽ വേറൊരാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടെ മോശമാണ്. ഇതില്ല എന്തായാലും എൻ്റെ തലയിലല്ലേ വരുള്ളൂ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് കേട്ട് പോകുന്നു. അന്ന് പോയി നിന്ന് ഒരുപാട് പേരെൻ്റെ അടുത്ത് കിടന്ന് കുത്തി പറഞ്ഞ് പിന്നെ അച്ഛനമ്മയെ നോക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ കിടന്ന് അനുഭവിക്കുന്നത് എനിക്കേ അറിയാവുള്ളൂ. അത് കല്യാണം കഴിയുന്നതിനൊക്കെ മുന്നേ കിടന്ന് അനുഭവിച്ചാണ്. ഇപ്പോഴും ഇന്ന് ഞാൻ പോയി വീട്ടിലൊക്കെ പോയി, പക്ഷേ എനിക്കെന്തോ ഇതിനോട് ഒരു താല്പര്യമില്ല. അപ്പം വിചാരിച്ചു എന്തായാലും പോകുന്നതിനെക്കുറിച്ച് എനിക്കൊരു ഇതില്ല. അപ്പം വേറെ കുറച്ച് ഇതൊക്കെ പറയുന്നുണ്ട്, അവിടെ റൂം വൈകിട്ട് അത് വൈകിട്ട് എനിക്ക് വയ്യ. കാരണം അമ്മ ജോലിക്ക് പോകുന്നതിൻ്റെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ നിർത്തിയതിന് തന്നെ ഞാൻ ഒരുപാട് കേട്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പിന്നെ അവർ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ളൊരു കാര്യം. അതിനും എന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറയുന്നുണ്ട്, പിന്നെ ജോലിക്ക് വിടുന്നു അങ്ങനെയുണ്ട്. അപ്പം ഞാൻ ഒരു സ്ഥാപനം തുടങ്ങിയപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നെങ്കിലും കൂടെ നിന്ന് സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതിന് പോലും തയ്യാറാകാത്ത ആൾക്കാരാണ്. ഞാനൊരു സ്ഥാപനം തുടങ്ങി, രണ്ടാമത് ഇവിടെ ഒരു എണ്ണം തുടങ്ങി. പലരും ഞാൻ പ്രതീക്ഷ പോലൊന്നും വന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. ഇല്ല, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെയാണ് വലുത്. അപ്പോൾ അതുകൊണ്ടെല്ലാം കാര്യമില്ല. നമുക്ക് ഇതൊന്ന് അടിപൊളിയാക്കണം, നല്ല കാര്യങ്ങളൊക്കെ ഇപ്പം ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ കിടക്കാനൊക്കെ സ്ഥലമുണ്ട്, വീട്ടിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതിലൊരു ഇതിൻ്റെ ചെറിയ കുറച്ച് കാരണങ്ങൾ മാത്രം പറഞ്ഞെന്നുള്ളൂ. അപ്പം പോയി വരിക, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വരിക, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഒരു സ്ഥിരതാമസം ആക്കുമ്പോഴൊക്കെയാണ് അവർക്കൊക്കെ പേടി ഉണ്ടാകുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് അതിനെ കുറിച്ച് പോകുന്നില്ല. പിന്നെ ചാനൽ ചിന്നുവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇന്നലെ കുറച്ച് ഇതിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് താല്പര്യമില്ല. കാരണം ഇതിൽ കുറേ മിക്സായിട്ട് ചിന്നുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മളെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് അധികവും ഉള്ളത്. അല്ലാതെ ഞാൻ പണ്ട് എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ കഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കില്ല. അതുകൊണ്ട് ചിന്നുവിന് ചാനലിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാം. എനിക്കല്ലെങ്കിലും വേണ്ട, സോഷ്യൽ മീഡിയയിലോട്ട് ഇത്തിരി പാടാണ്. എന്നിട്ട് ആണെങ്കിൽ എനിക്ക് പറയേണ്ടത് എന്തായാലും അല്ലേണ്ട ചാനലോട് പറയുന്നുണ്ടെങ്കിലും ഒരു ചാനൽ എൻ്റെതുണ്ട് എന്ന് ഇടയ്ക്ക് തുടങ്ങിയത്. അപ്പോൾ അതിനൊന്ന് റെഡിയാക്കി എടുക്കണം. അതാകുമ്പോൾ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി മാത്രം കുറച്ച് പേര് ഉണ്ടാവില്ല, അവർ വന്ന് കാണും. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് സമയം വേണം. കാരണം ഇപ്പോൾ ഇതിനിടയ്ക്ക് അത് ചാനൽ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതെ കുറച്ച് ഡേറ്റായി കിടക്കണം. അതിനെ എടുത്തൊന്ന് സെറ്റാക്കണം. പിന്നെ അതിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ച് നോക്കണം. മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അപ്പം എന്തായാലും നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഒരു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അല്ലാതെ ചുമ്മാ സമയം മാത്രം കളയേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് അഹങ്കാരം ആണെന്ന് കരുതുന്നവർ അഹങ്കാരമായിട്ട് കരുതുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഇന്നലത്തെ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി സംസാരിച്ച കമൻറ്റ് ഞാൻ കണ്ടു. അതിന് ഓപ്പോസിറ്റായിട്ട് സംസാരിച്ച കമൻസും കണ്ടു. അപ്പോൾ ഒന്നും കാര്യമൊന്നുമില്ല. ഞാനിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പിന്നെ എന്താണ് ഒരു ഡീറ്റെയിലിംഗ്, എന്താണ് മറുപടി പറയേണ്ടതെന്ന് അതിനുവേണ്ടി മാത്രം നോക്കിയെന്നേ ഉള്ളൂ. നമ്മുടെ അടുത്ത് നേരിട്ട് തന്നെ പലതും പറയുന്നുണ്ട്. ചുറ്റുവട്ടമുള്ളവർ നമ്മളെക്കുറിച്ച് പലതും പറയുന്നു. അതിലും വലുതൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ന്യൂസ് ചാനലായാലും എന്താണോ വൈറലായിട്ട് നിൽക്കുന്നത് അതിനെ കൊത്തിപ്പിച്ച് തിന്നുക എന്നുള്ളതൊക്കെയാണ് ന്യൂസ് പല മേഖലയിലുള്ള കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഒക്കെ മാനസികമായി ബുദ്ധിമുട്ടിക്കാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ കൂടെ ചാനലിൻ്റെ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. പിന്നെ അപ്പം എല്ലാം പോട്ടെ, നമുക്ക് എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ കഫേ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഏതിപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ നമ്മൾ പറയാം. നെയ്യാറ്റിൻകര ഗ്രാമ പെട്രോൾ പമ്പ്, അത് ഈ കാണുന്നതാണ് പെട്രോൾ പമ്പ്. അപ്പം ഹൈവേയുടെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അവരുടെ ബ്രാൻഡിൻ്റെ ബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു 1-2 ബോർഡ് ഇവിടെയൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു കഫേയുടെ പേര് അവീസ് കഫേ എന്നാണ് പേര്. അപ്പം ഫുഡ് സേഫ്റ്റിയുടെ ഇതൊക്കെ പേപ്പറൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി കുറച്ച് പേപ്പർ വർക്ക്, ഇനി അവരെ കുറച്ച് പേപ്പർ വർക്ക് അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ട് ബാക്കി കുറച്ചുകൂടെ സംഭവങ്ങളോട് റെഡിയാക്കാനുണ്ട്. അപ്പം ഇതാണ് അഭയാണ്
അപ്പോൾ അബൈയാണ് നമുക്ക് ഇതൊക്കെ ബേക്ക് ചെയ്യുന്നത്. അബൈ വൈകുന്നേരമാണ് വരുന്നത് അബി. അപ്പം വേറെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഥ കിട്ടുന്നതാണ് നമ്മളിപ്പോൾ ഓഫ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ആ ഒരു ആപ്പിളാണ് ആപ്പിൾസ് ബേക്ക് ചെയ്യുന്നത്. അത് ഞാൻ അന്ന് നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അബിയാണ് കൂടുതൽ വൈകുന്നേരമാണ് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം എല്ലാവരും ഒന്ന് ഫ്രീ ആവുന്ന ഇതിനാണ്. ഇത് സെയിം ആണ്. ഇതിൽ ഫ്ലേവേഴ്സ് ഒത്തിരി വരും. പിന്നെ ജ്യൂസ് ഉണ്ട്, ജ്യൂസ് അടിക്കുന്ന മെഷീൻ ഉണ്ട്. ഇതൊക്കെ അല്ലാതെ കുറച്ച് പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കരിക്കിൻ്റെയൊക്കെയാണ്. ഒരു ടെൻഡർ കോപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഇത് കരിക്ക് മാത്രമായിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ കരിക്കിൽ വേറെ ഫ്ലേവേഴ്സ് വരുന്ന ഇതാണ്. ഇതൊക്കെ അവരെ ബ്രാൻഡിലാണ്. നമ്മളല്ലാതെ വെള്ളമൊക്കെ വേണ്ടവർക്ക് ഇത് അവരെയാണ്. മോമോസ് ഒക്കെയാണ്. മോമോസ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. മോമോസിൻ്റെ പ്രോഡക്റ്റൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ ആപ്പിളായിട്ടുണ്ട്. പിന്നെ സ്റ്റിക്ക് ഉണ്ട്. ഇത് സ്റ്റിക്കാണ്. കുട്ടികൾക്കൊക്കെ നമ്മളിപ്പം ഐസ്ക്രീമൊക്കെ സ്റ്റിക്കിലാണല്ലോ വരുന്നത്. അപ്പോൾ സ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനുണ്ട്. പിന്നെ മെനു ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. ഇതിലിപ്പോൾ ഒരു മസ്റ്റർഡ് ഐറ്റമായിട്ട് കാണുന്നത് വെച്ച് നേക്കഡ് ന്യൂട്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് മസ്റ്റർഡ് ഐറ്റം. പിന്നെ സ്റ്റിക്കിൽ നമ്മൾ പ്ലെയിൻ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു. ബാക്കി കുറച്ച് പ്രോഡക്റ്റുകൾ വരാനുണ്ട്. ഇതിലൊക്കെ നമ്മൾ കൊടുത്തു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ചവർക്കൊക്കെ. പിന്നെ ഇത് ഈ ബബിൾസ് വേഫിൾസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇത്രയും ഓക്കെയാണ്. ഇത്രയും നമ്മളെന്തായാലും നമ്മളിപ്പോൾ പോയി അതിൻ്റെ പ്രോഡക്റ്റുകളൂടെ അയച്ചു വന്നു കഴിഞ്ഞാൽ അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ടുണ്ട്. അതുമാവും എന്തായാലും. അതൊക്കെ ഈ ഒരു മാസം തന്നെ നമുക്ക് ഫുള്ളായിട്ടുള്ളത് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈം ജ്യൂസ് ഉണ്ട്, ഫ്രഷ് ജ്യൂസ് ഉണ്ട്, ഷാർജ ഉണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്. അതൊക്കെ നമ്മുടെ മെനുവിലില്ല, മെനു കാർഡിലില്ല. അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഐറ്റംസും. കോഫി ഉണ്ട്. കോഫി ഇപ്പോൾ ബ്ലാക്ക് കോഫിയാണ് ഉള്ളത്. കാരണം ചായ ഇവിടെ ഇപ്പം കമ്പായിട്ട് തീ കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലാതെ നമ്മൾ ചായ ഇടാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. കെറ്റിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ കെറ്റിൽ അടി പിടിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചെറിയ പാത്രം എന്തെങ്കിലും കൊടുക്കും ചൂടാക്കേണ്ട. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെയൊക്കെ കുറച്ച് സ്പേസ് ഉണ്ടാവും. നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അത് എന്തൊക്കെ നമ്മൾ എന്ത് ഫ്ലേവറാണ് ടോട്ടലാണ് അടിക്കുന്നത്. ഇപ്പം മല്ലേട്ടം പോകുമ്പോൾ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈമർ ഹീറ്റ് ഇത് ടൈമറാണ്. ഹീറ്റ് ഇതൊക്കെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഫില്ല് ചെയ്തിട്ട് ഹീറ്റ് ആകുമ്പോൾ ഈ ഒരു ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ നമ്മൾ ഇത്രയാണ് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങി എൻഡിൽ വരുമ്പോൾ ഒരു അലാറം അടിക്കും. പിന്നെ അതിൽ നമ്മൾ ഫസ്റ്റ് അവർ പൗഡർ നമ്മൾ ആവശ്യം അനുസരിച്ച് നമ്മൾ കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചിട്ട് പിന്നെ ഓരോ ഫ്ലേവേഴ്സ് ഉണ്ട്. ആ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് ഒരു വേഫിൾ ഇപ്പം ബേക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതിനിടയ്ക്ക് അല്ലേൻ്റെ കാണിച്ചപ്പോൾ കുറേ പേർ പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ എന്ന്. ഇതല്ല, വേഫിൾസിൽ തന്നെ ഉണ്ട്, മോമോസ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റിക്ക് ഉണ്ട്, പിന്നെ ഈ ബബിൾസിൻ്റെതും ബാക്കി കുറച്ച് അതിൻ്റെ മെഷീൻസൊക്കെ അവിടെ താഴെ ഉണ്ട്. അതിൻ്റെ സാധനങ്ങൾ വരാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല എന്നുള്ളൂ. പിന്നെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ അതായത് നമ്മൾ ഈ മിച്ചർ ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാത്രം ഇല്ല എന്നാണ് ഈ പറയാം. പിന്നെ ഇപ്പം ഒരു ചായ കുടിക്കാൻ വന്നാൽ നമ്മൾ ചായ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചായ റെഡിയായില്ല. എങ്കിലും നമ്മൾ ഒരു ബ്ലാക്ക് കോഫി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നല്ല സ്പേസൊക്കെ ഉള്ളതുകൊണ്ട് പാർക്ക് ചെയ്ത് നമ്മൾ ഹൈവേ കൂടെ പോകുന്നവരൊക്കെ ഇവിടെ വണ്ടി നിർത്തി ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്പുറത്ത് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴൊക്കെയാണ് സെയിലൊക്കെ പോകുന്നത്. പിന്നെ ബാക്കിയൊക്കെ അറിഞ്ഞറിഞ്ഞൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അപ്പം എന്തായാലും നിങ്ങൾ ആപ്പിളൊക്കെ നമ്മളിതിലുള്ളതിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10-12 ഫ്ലേവർ ഇതിലുണ്ട്. പിന്നെ ഇതിലതുപോലെ ഉണ്ട്. ഇപ്പോൾ അവരെ തന്നെ ഏകദേശം ഇത്രയാണെങ്കിലും നമ്മൾ എക്സ്ട്രാ കൂടുതൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അത് പക്ഷേ മെനുവിലില്ലാത്ത തന്നെ ഒരുപാട്
ഗൈസ് ഇപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇനിയിപ്പോൾ അവിടെ ഒരു നെയിം ബോർഡൊക്കെ വരും, അബീസ് കഫേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ബോർഡുകളൊക്കെ വരാനുണ്ട്, ഓരോ നേരം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അപ്പം എന്തായാലും പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒക്കെ മാറും, കുറച്ച് ദിവസത്തൊക്കെ ഇരിക്കും. എല്ലായിടം എന്താ പറയുക, എല്ലായിടത്തും ഉള്ളത് തന്നെ നിങ്ങൾ പറയും പോലെ നിങ്ങൾ വിചാരിച്ചാൽ മതി. എന്നിട്ട് അതൊക്കെ മാറും. നമ്മളിപ്പം അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ തുടങ്ങിയ പരിപാടികളൊക്കെ ഒന്ന് അടിപൊളിയാക്കണം. ചാനൽ ഇപ്പോൾ ചിന്നു ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയല്ല. ഞാനും കൂടെ ഇടയ്ക്ക് പറ്റുന്ന പോലെ ചെയ്യാം. എങ്കിലും രണ്ടുപേരും ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും ചെയ്യണം. പിന്നെ രണ്ടുപേരും ചെയ്യും. പിന്നെ ഷോപ്പിൻ്റെ ഡീറ്റെയിലൊക്കെ ഇടയ്ക്ക് അടുത്ത് പുതിയ പുതിയ ഫ്ലേവേഴ്സ് വരുന്നത് പിന്നെ ചെയ്യാം, അതൊക്കെ ചെയ്യാം. പിന്നെ ചിന്നുൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിലറിയാം. ഞാൻ അവരെ വീഡിയോസൊക്കെ എടുത്ത് കാണാറുണ്ട്. എൻ്റെ വിശേഷങ്ങൾ അവർ ഇപ്പോൾ ഫോണിലൂടെയാണ് വിശേഷങ്ങൾ അറിയുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഉണ്ടായിരിക്കും. ബൈ.